സ്വാഗതം പ്രിയരെ. ഇന്നത്തെ ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടൊരു റീഡാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോട്ട് അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ശക്തി തന്നെയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നെസ് എന്താണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തൊക്കെ അവസരങ്ങളാണ് നമുക്ക് വരുന്നത്. നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളെ വെല്ലുവിളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ലെറ്റ് സീ വാട്ട് ആർ അവർ സ്ട്രെങ്ത്. എന്താണ് നമ്മുടെ ശക്തി എന്ന് ചോദിച്ചപ്പോൾ ലവ് ബിഗിൻസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു സ്നേഹം, ഈ സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ലവ് ആണ്. ഇത് മറ്റൊന്നിനു വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ആന്തരികമായിട്ടൊരു ആവശ്യമാണിതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹിക്കാനുള്ള കഴിവ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സോളാർ പ്ലക്സ് ചക്ര എന്ന് പറയുന്നതാണ്. സോളാർ പ്ലക്സ് ചക്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചക്രയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും സോളാർ പ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക ശക്തി, മോട്ടിവേഷൻ, ഇൻറ്റേർണൽ മോട്ടിവേഷൻ്റെ കുറവാണ് ഞാൻ കാണുന്നത്. അതായത് നമുക്കൊരു എന്തിനു വേണ്ടി എന്നൊരു ചിന്ത വല്ലാതെ വരുന്നുണ്ട്. അത് പാടില്ല ഒരിക്കലും. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് കാലം മാത്രമേ തെളിയിക്കുള്ളൂ. നമുക്കത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. അത് നിങ്ങളുടെ വീക്ക്നെസ്സാണ്. എന്തൊക്കെ അവസരങ്ങളാണ് നിങ്ങളെ തേടി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കാർഡാണ്. ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഗ്രഹം നടക്കാം. ഇനി നിങ്ങൾ ഒരു ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹം നടക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൃദ്ധിയുടെ ഒരു പര്യായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്കറിയാലോ, പണ്ട് കാലത്ത് കർഷകരെ കൃഷി ചെയ്യുമ്പോൾ സമൃദ്ധി, നമ്മൾ കൊയ്ത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വരുന്ന അവസരങ്ങൾ അതുപോലെയാണ് കാണുന്നത്. വളരെ ശുഭപ്രതീക്ഷയോടെ ഇരിക്കണം. ഇനി എന്ത് വെല്ലുവിളിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് സഫറിങ് ഇൻ സൈലൻസ് ഉള്ളതാണ്. അതായത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡിൻ്റെ അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് വെല്ലുവിളി എന്ന് പറയുന്നത് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ മനസ്സിലാക്കാനോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത് ആരെയും വിശ്വസിക്കാനും സ്നേഹിക്കാനുള്ള കഴിവാണ്. ഇൻറ്റേർണൽ മോട്ടിവേഷൻ്റെ ഒരു കുറവ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റേർണൽ മോട്ടിവേഷന് വേണ്ടി ചെയ്യണം. അത് അഫർമേഷൻസ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം. എന്തായാലും ഒരു സമൃദ്ധി എന്ന് പറയുന്ന വിദൂര ഭാവിയിൽ ഉണ്ടെന്ന് തന്നെയാണ്. അത് പോസിറ്റീവായിട്ട് വിശ്വസിക്കണം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നെഗറ്റീവായി പോയാൽ പോലും ആ നെഗറ്റീവ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. ബി പോസിറ്റീവ്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് വരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് പലതും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്നുള്ളതാണ്. എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഐ വിഷ് യു എ വെരി ഗുഡ് നൈറ്റ്. താങ്ക് യു.